പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് വീടുകളിലെ ടാപ്പുകൾ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ പ്രഷറിൽ വെള്ളം വരാത്ത ഒരവസ്ഥ. ഇത് നമുക്ക് തന്നെ വീട്ടിൽ ശരിയാക്കിയെടുക്കാൻ പറ്റുന്നത്, അതേപോലെ തന്നെ വീട്ടമ്മമാർക്കും വീട്ടിൽ ശരിയാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ടാങ്കുകൾ വെള്ളമില്ലെങ്കിലും ടാപ്പിൽ പ്രഷർ കുറഞ്ഞ ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അതിന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ആദ്യം അതിൻ്റെ വാൾവ്, താഴോട്ടുള്ള വാൾവ് ഓപ്പൺ ആണോ ചെക്ക് ചെയ്യുക. അതിനുശേഷം പമ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫുള്ളായി ടാങ്കിൽ വെള്ളം നിറയ്ക്കുക. ഓവർഫ്ലോ ആയതിനു ശേഷം പമ്പ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് നോക്കാം. ടാപ്പിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്ന ഫിൽട്ടറിൽ ചളിയോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും വേസ്റ്റോ കിടക്കുന്നത് കൊണ്ടാണ് സാധാരണ ഈ ഒരു പ്രശ്നം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാകുന്നത്. അത് നമ്മൾക്ക് ശരിയാക്കുന്നതിന് വേണ്ടി അതിൻ്റെ ടാപ്പിൻ്റെ എൻഡിൽ കിടക്കുന്ന ആ ഫിൽട്ടർ പോർഷൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. സാധാരണ കൈകൊണ്ട് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ്. അത് പറ്റുന്നില്ലെങ്കിൽ ഒരു കട്ടിംഗ് പ്ലെയർ കൊണ്ട് ചെറുങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കൈകൊണ്ട് ഉരിയെടുക്കാൻ പറ്റുന്നതാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കതിൽ കാണാം ചെളിയോ അല്ലെങ്കിൽ വേസ്റ്റോ കുടുങ്ങിക്കിടക്കുന്നത്. ഇത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരിടുന്ന ഈ പ്രഷർ കുറവിൻ്റെ ഈ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇനി ആദ്യം വേണ്ടത് നമ്മൾ ടാപ്പ് തുറന്ന് വെള്ളത്ത് കൊണ്ട് തന്നെ പറ്റുന്ന രൂപത്തിൽ ക്ലീൻ ചെയ്തെടുക്കുക. വെള്ളത്തിൻ്റെ പ്രഷർ കൊണ്ട് തന്നെ ചളി പോകുന്നില്ലെങ്കിൽ ഒരു പഴയ ടൂത്ത് ബ്രഷ് എടുത്ത് അതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അതിൻ്റെ രണ്ട് സൈഡിലും ടാപ്പിൻ്റെ ഫിൽട്ടർ പോർഷൻ്റെ രണ്ട് സൈഡിലും വൃത്തിയായി ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തെടുക്കുക. അതിനുശേഷം അത് നമുക്ക് പ്രസ് ചെയ്ത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയാണ് അതിൻ്റെ ഫിൽട്ടർ പോർഷൻ വരുന്നത്. ആ ഫിൽട്ടർ പുറത്തേക്ക് എടുത്തതിന് ശേഷം പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിൻ്റെ സൈഡിൽ ചെളിയൊക്കെ കിടക്കുന്നുണ്ട്. അത് ബ്രഷ് വെച്ച് വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കുക. അതേസമയത്ത് തന്നെ ഒരു വാഷറും കിടക്കുന്നുണ്ട്. ആ വാഷർ മിസ് ചെയ്യാതെ ശ്രദ്ധിക്കുക. വാഷർ മിസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാപ്പ് തിരിച്ചിടുമ്പോൾ, ഈ ഫിൽട്ടർ തിരിച്ചിടുമ്പോൾ ലീക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കാണുന്ന പോർഷൻ വൃത്തിയായി ക്ലീൻ ചെയ്യുക. ഈ രണ്ട് ഫിൽറ്ററിൻ്റെയും അകത്ത് വശത്തായി ചെറിയൊരു ഫിൽറ്ററും കൂടിയുണ്ട്. അത് ഡാമേജ് വരാതെ ശ്രദ്ധിക്കണം. ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് ഈ ഹോളിലൂടെയൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇത് വൃത്തിയാകും. ഇപ്പം ഏകദേശം ഇത് വൃത്തിയായിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ലൈറ്റ് മറ്റേ സൈഡിൽ നിന്ന് കാണുകയാണെങ്കിൽ ഫിൽട്ടർ ക്ലീനായി എന്നാണ് കാണിക്കുന്നത്. വൃത്തിയായി ക്ലീൻ ചെയ്തതിന് ശേഷം അകത്തും ഏകദേശം ക്ലീൻ ചെയ്ത് ആയിട്ടുണ്ട്. അകത്ത് ചെറിയൊരു ഫിൽട്ടർ കിടക്കുന്നുണ്ട്. അതിന് ഡാമേജ് വരാതെ നോക്കണം. വെള്ളത്തിന് ഫോം ടൈപ്പ് പ്രഷർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ഫിൽട്ടർ കൊടുത്തിരിക്കുന്നത്. വൃത്തിയായി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഇപ്പോൾ നോർമൽ പൊസിഷനിൽ നമ്മൾ വെള്ളത്തിന് പ്രഷറോട് കൂടിയാണ് വരുന്നത്. ഈ പ്രഷർ കുറച്ച് ഒരു ഫോം ടൈപ്പ് സോഫ്റ്റായിട്ട് വെള്ളം വരുന്നതിന് വേണ്ടിയാണ് ഈ സിസ്റ്റം ഈ ടാപ്പിൻ്റെ എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ഈ ടാപ്പും ഈ പൈപ്പും ഇതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് അതിൻ്റെ അകത്തേക്ക് കടത്തിയിടാം. ഇത് കടത്തിയിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ ത്രെഡുള്ള ഭാഗത്തിലൂടെയാണ് ഈ ഫിൽട്ടർ അതിനെ കടത്തിയിടേണ്ടത്. ഇതുകൂടാതെ തന്നെ ഒരു വാഷറും കൂടെ ഇതിൽ ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതും നമുക്ക് കൈകൊണ്ട് തന്നെ അതിനകത്ത് കടത്തിയിടാം. അത് ഇട്ടതിന് ശേഷം ഒരുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ കിടക്കണം. എന്നാൽ മാത്രമേ അത് ടാപ്പിൽ കണക്റ്റ് ആകത്തുള്ളൂ. ആ ത്രെഡ് പോർഷൻ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. ഇതാണ് സാധാരണ നോർമൽ വരുന്ന പ്രഷർ. ടാപ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരു ഷേപ്പില്ലാതെ വരും. ഇതൊരു ഫോം ടൈപ്പിൽ വരുന്നതിന് വേണ്ടിയാണ് ഈ ഫിൽട്ടർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കണക്ട് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ത്രെഡും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുക. ചിലപ്പോൾ മണ്ണ് അവിടെയും കിടക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കൈകൊണ്ട് തന്നെ ടൈറ്റ് ചെയ്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഹാൻഡ് ടൈറ്റ് മാത്രം ചെയ്താൽ മതി. ഉള്ളിൽ വാഷർ ഉള്ളത് കൊണ്ട് തന്നെ അതിലൂടെ ലീക്ക് വരാൻ സാധ്യതയില്ല. ഇങ്ങനെയാണ് ചെയ്തതിന് ശേഷം വരുന്നത്. നല്ല ഫോമായിട്ടുള്ള വാട്ടറാണ് വരുന്നത്, ഒരു സോഫ്റ്റായിട്ട്. അതിനാണ് ഈ ഫിൽട്ടർ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു ടാപ്പും കൂടെ വേണമെങ്കിൽ ചെയ്യാം. വാഷ് ബേസിനുള്ള ഒരു ടാപ്പാണ് ഇത്. നമുക്ക് ഇതേ പ്രശ്നം തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. ഈ ടാപ്പിലൂടെ വെള്ളം പ്രോപ്പറായിട്ട് വരുന്നില്ല. ഇതിൻ്റെ അകത്തും ചെളി കിടന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. ഇതിന് വേണ്ടത് നമ്മൾ നേരത്തെ ചെയ്തതുമാതിരി തന്നെ ഫ്രണ്ട് പോർഷനിലെ ഈ കണക്ടർ, ഫിൽട്ടർ കണക്ടർ ഡിസ്കണക്ട് ചെയ്യുക. അത് കൈവച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പൺ ചെയ്തെടുക്കുക. ഓപ്പൺ ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുമാതിരി തന്നെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഫിൽട്ടർ പ്രോപ്പറായി ക്ലീൻ ചെയ്തെടുക്കുക. ഇതിനകത്തും ചെളി കിടക്കുന്നുണ്ട്. അത് വൃത്തിയായി ടാപ്പിലെ പ്രഷർ വെച്ച് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. കുറേ വർഷമൊക്കെ പഴക്കമുള്ള ഒരു പ്രശ്നമാണെങ്കിൽ ചളി അവിടെ കെട്ടിക്കിടക്കും. അല്ലെങ്കിൽ ചെറിയ പൊടികൾ, ടാങ്കിൽ വരുന്ന ചെറിയ ചെറിയ പൊടികൾ ഇതിൻ്റെ അകത്ത്, ഫിൽറ്ററിൻ്റെ അകത്ത് കിടന്ന് അത് ചോക്കാവാനുള്ള സാധ്യതയുണ്ട്. ക്ലിയറായി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ ഫിൽട്ടർ
റിമൂവ് ചെയ്ത് നമുക്ക് ഈ ടാപ്പ് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഫോം ടൈപ്പിലുള്ള സോഫ്റ്റ് വാട്ടർ നമുക്ക് ലഭിക്കത്തില്ല. ടാപ്പിൻ്റെ അതേ പ്രഷറിലായിരിക്കും അങ്ങനെ ഉപയോഗിക്കുമ്പോൾ വരുന്നത്. ഇത് കൈവച്ചോ അല്ലെങ്കിൽ ബ്രഷ് വെച്ചോ വൃത്തിയായി ക്ലീൻ ചെയ്തെടുക്കാം. സാധാരണ ഇത് എല്ലാ വീട്ടിലും വരുന്നൊരു പ്രശ്നമാണ്. നമ്മൾക്ക് തന്നെ ഇത് അഴിച്ച് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് ടാപ്പിൽ വരുന്ന പ്രഷറിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണ്. വീട്ടമ്മമാർക്കും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ പഴക്കമുള്ള ടാപ്പുകളിൽ ഈ ഫിൽട്ടർ സിസ്റ്റം ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം അവിടെ വരുന്നില്ല. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വരുന്ന ടാപ്പുകളിലൊക്കെയാണ് ഇങ്ങനെ ഈ ഫിൽട്ടർ ഫിറ്റ് ചെയ്ത് വരുന്നത്. ഈ ഫിൽട്ടറിൻ്റെ അകത്ത് കിടക്കുന്ന ഈ ചെളി കാരണമാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നത്. ഇത് ക്ലിയർ ചെയ്തതിന് ശേഷവും ടാപ്പിൽ പ്രഷർ വരുന്നില്ലെങ്കിൽ ടാപ്പിനകത്ത് ഒരു വാൾവ് സിസ്റ്റത്തിനുള്ള പ്രശ്നമാണ്. അവിടെയും ചെളിയോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകളോ കിടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു പ്രശ്നമുണ്ടാകുന്നത്. അതും ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അത് കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, ടാപ്പുമായിട്ട് അല്ലെങ്കിൽ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതും നേരത്തെ മാതിരി തന്നെ ചെളി കിടക്കുകയാണ്. ഇതും ക്ലിയർ ചെയ്തതിന് ശേഷം ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെയും ആ പ്രഷർ കുറവുള്ള പ്രശ്നം പരിഹരിച്ചെടുക്കാൻ പറ്റുന്നതാണ്. ഇത് ഏകദേശം 5-6 മാസം കഴിയുമ്പോൾ ഒരിക്കൽ അഴിച്ച് ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ടാപ്പുകളിലും നല്ല പ്രഷർ വരികയും ചെയ്യും. ഈ ഒരു പ്രശ്നത്തെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അധിക പേരും സാധാരണയായി ചെയ്യുന്നത് ടാപ്പ് മാറ്റി പുതിയ ടാപ്പ് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഓപ്പൺ ചെയ്തൊന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ പ്രഷറിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതാണ്. സാധാരണ ഇപ്പോൾ ഒരു പുതിയ ടാപ്പിന്, സ്റ്റീൽ ടാപ്പിനൊക്കെ 600-700 രൂപയൊക്കെയാണ് വില വരുന്നത്. അതേപോലെ തന്നെ പ്ലാസ്റ്റിക് ടാപ്പാണെങ്കിൽ ഇത് നല്ല ടാപ്പൊക്കെ 200-300 രൂപക്കൊക്കെ ലഭിക്കുന്നതാണ്. ഈ പൈസ ചിലവാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇതിങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നെ ഈ പ്രഷർ കൊണ്ടുള്ള പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഈ ഫിൽട്ടർ തിരിച്ചിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഫിൽട്ടർ കേസ് അതിൻ്റെ ത്രെഡ് വരുന്ന ഭാഗത്തൂടെയാണ് ഇത് കടത്തി വിടേണ്ടത്. ഇപ്പോൾ ഇതിട്ടത് തെറ്റായിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിടുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഒരു സൈഡിൽ ത്രെഡ് വരുന്നുണ്ട്. ആ ത്രെഡ് വരുന്ന ഈ ഭാഗത്തിലൂടെയാണ് ഈ ഫിൽട്ടർ ഇതിനകത്തേക്ക് കടത്തിയിടേണ്ടത്. വളരെ സിമ്പിളായി ഇതിനകത്ത് പോകും. അതിനുശേഷം നേരത്തെ കാണിച്ചത് മാതിരി തന്നെ വാഷറും അകത്തിടുക. വാഷർ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട എല്ലാ ഭാഗത്തും ഒരുപോലെ കടന്നു കഴിഞ്ഞാൽ മാത്രമേ ത്രെഡ് പ്രോപ്പറായി പിടിക്കത്തുള്ളൂ. ഇത് പ്രോപ്പറായി വാഷർ കിടന്നില്ലെങ്കിൽ ഈ ടൈറ്റ് ചെയ്യുന്ന അതേ ഭാഗത്തൂടെ ലീക്കേജ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. വളരെ സിമ്പിളാണ്. വീട്ടമ്മമാർക്കും ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും വരുന്നൊരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് കുഴൽക്കിണർ വെള്ളം വരുന്നതുകൊണ്ട് പൊടിയും ചെളിയും വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള വീടുകളിലാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. ഇതൊരു പുതിയ ടാപ്പാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വലിയ പ്രശ്നമില്ല. ഇത് ഏകദേശം 1-2 മാസം മാത്രം പഴക്കമുള്ളൊരു ടാപ്പ് ആയതുകൊണ്ട് തന്നെ ഇതിലും വലിയ ചെളി കുടുങ്ങിക്കിടക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രഷറിൽ വരുന്നത്. തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു ചളി ഇതിനകത്തും കാണുന്നുണ്ട്. ഇതും വെള്ളം വെച്ച് തന്നെ ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അടുക്കളയിലെ വാഷ് ബേസിനിൽ കിടക്കുന്ന ടാപ്പാണിത്. ഇത് വീട്ടമ്മമാർക്ക് തന്നെ തുറന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെയൊരു പ്രശ്നം വരുന്നതുകൊണ്ട് ടാപ്പ് മാറ്റേണ്ട ആവശ്യമേ ഇല്ല. ഫിൽട്ടർ ക്ലീൻ ചെയ്തെടുത്താൽ തന്നെ ഈ പ്രഷറിൻ്റെ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. വീഡിയോ മുഴുവനായി കണ്ട പ്രിയ പ്രേക്ഷകർക്ക് നന്ദി.